ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധനായ ദൈവം അവസരങ്ങളെ ഒരുക്കി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്നും പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്ന് എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ദൈവസന്നിധിയിൽ ടേൺ ടു ഗോഡ് പ്രെയർ ലൈനിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ചില വചനഭാഗങ്ങളും അതോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറഞ്ഞ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആ വിശ്വസ്തത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഓണസ്റ്റി, ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയെക്കുറിച്ച്, അതുപോലെ ദൈവത്തിൻ്റെ ആ ഇൻറ്റിഗ്രിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ധാർമ്മികത, റൈച്ചസ്നെസ്സിനെ കുറിച്ച്, അതുപോലെ ദൈവം എത്ര വിശ്വസ്തനാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. ആ കാര്യങ്ങൾ വ്യക്തമായി ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ ഇപ്രകാരം ഈ മീറ്റിങ്ങിലായിരിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു വചനഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. വളരെ അധികം കാര്യങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതുന്ന വേദഭാഗങ്ങൾ. അതിൻ്റെ 1-ാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, ദൈവത്തിൻ്റെതായിരിക്കുന്നതായ ആ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഓണസ്റ്റിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം അതേ സ്വഭാവമാണ് ദൈവജനത്തിലേക്ക് ആഗ്രഹിക്കുന്നത്. ദൈവം എപ്രകാരം നമുക്കറിയാം, സ്വർഗത്തിൽ ക്രിസ്തു പിതാവിൻ്റെ വലഭാഗത്ത് ഇരിക്കുന്ന ഇടമായ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ മാത്രമല്ല അന്വേഷിപ്പിൻ എന്നാണ് പറയുന്നത്. അന്വേഷിക്കുന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തൊക്കെയോ കാര്യം നമുക്ക് കണ്ടു കിട്ടുവാനുണ്ട്, നമുക്ക് അത് ലഭിച്ചിട്ടില്ല. അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യും. ദൈവവചനം പറയുന്നു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ദൈവവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടവരെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ വിശുദ്ധിയോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണത, സിദ്ധതയിലേക്ക്, ക്രിസ്തു യേശുവിനെ പോലെ സിദ്ധതയിലേക്ക് കടന്നു വരുവാൻ, നാം ആ സിദ്ധതയിലേക്ക് അല്ലെങ്കിൽ അപൂർണതയിലേക്ക്, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലുള്ള പൂർണ്ണതയിൽ നാം ആയിത്തീരുമ്പോൾ ദൈവം നമ്മെ ആത്മീക സേവയിലേക്ക്, ആത്മീക ശുശ്രൂഷയിലേക്ക് ആക്കി തീർക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളി എന്ത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. എൻ്റെ ചെറുപ്പ് കാലഘട്ടത്തിൽ ഞാൻ 12-ാം വയസ്സിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? ഞാൻ യേശുവിനെ അറിഞ്ഞതിൻ്റെ പുറകിലുള്ള കാര്യം എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ വ്യക്തതയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, വചനത്തെ അന്വേഷിക്കുവാൻ, വചനത്തിലുള്ള ആ മൂല്യങ്ങൾ അല്ലെങ്കിൽ വചനത്തിൻ്റെ ആ വളരെ വിലപ്പെട്ടതായ മുത്തുകൾ പറക്കുവാൻ തക്കവണ്ണം, അത് അന്വേഷിക്കുവാൻ തക്കവണ്ണം, അത് കണ്ടെത്തുവാൻ തക്കവണ്ണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ തക്കവണ്ണം. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം പറയുകയാണ്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. അതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഒന്ന്, നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരായിരിക്കണം. അതുപോലെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരെങ്കിൽ, നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരെങ്കിൽ നമ്മിലുള്ള ആത്മീക അധികാരം വർദ്ധിക്കുവാനിടയായിത്തീരും. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയുവാനിടയായ ഒരു കാര്യമുണ്ട്. നമ്മിലുള്ള ആത്മീക അധികാരം ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീരണം.
കാരണം നാം ആയിരിക്കുന്നത് ഒരു അന്ത്യനാളിലാണ്. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നാം ആയിരിക്കുന്നത്. മാറ്റൊലി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളത്തിന്റെ മാറ്റൊലി സ്വർഗത്തിൽ, ആ കാഹളം സ്വർഗദൂതന്മാർ കയ്യിലെടുക്കുന്ന സമയമായി മാറ്റൊലി കേൾക്കുവാൻ, നമ്മുടെ കാതുകളിൽ ക്രിസ്തുയേശുവിന്റെ വരവിന്റെ മാറ്റൊലി കേൾക്കുവാൻ സമയമായി. നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം മരിക്കേണ്ടുന്നതാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം അത് വെണ്ണീറാകേണ്ടുന്നതാണ്. ഭൂമിയിലുള്ളതെല്ലാം ഭസ്മമായി കത്തിച്ചാമ്പലാകേണ്ടുന്നതാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നാം അന്വേഷിക്കുന്നത് സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ. അതുപോലെ നാം ചിന്തിക്കേണ്ടുന്നത് ഉയരത്തിലുള്ളത്, സ്വർഗത്തിൽ ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ. എങ്ങനെയാണ് എന്നിലുള്ള ആത്മീക അധികാരം വർദ്ധിക്കുന്നത്? ഈ അന്ത്യകാലങ്ങളിൽ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കുവാൻ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കുക മാത്രമല്ല, നമ്മിലുള്ള ആത്മീക അധികാരം വർദ്ധിക്കുവാൻ തക്കവണ്ണം ആ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ സർക്കംസ്റ്റാൻസസ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണ് നമ്മുടെ ചിന്തകൾ. എന്ത് സംഭവിക്കുന്നു ആ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഊടാടി സഞ്ചരിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ചിന്തകൾ, മനസ്സുകൾ ചുറ്റുപാടുകളിലേക്ക് ഊടാടുവാനല്ല, പരിസ്ഥിതികളിൽ അത് തറച്ചു നിൽക്കുവാനല്ല, പരിസ്ഥിതികളിൽ കുറ്റിയടിച്ച ഒരു മനസ്സായി ജീവിക്കുവാനല്ല, മറിച്ച് നമ്മുടെ മനസ്സ് ക്രിസ്തുവുമായി ചേർന്നിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയം ക്രിസ്തുവുമായി ഒന്നായി ഏകീഭവിക്കുവാൻ തക്കവണ്ണം, നാം സ്നാനപ്പെട്ടത് പാപത്തിൽ മരിച്ചു ക്രിസ്തുവുമായി ഏകീഭവിക്കുവാൻ തക്കവണ്ണം, നാം യേശുവുമായി ഒന്നിക്കുവാൻ തക്കവണ്ണം ജലത്തിൽ ഇറങ്ങി ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, ജലത്തിൽ ഇറങ്ങി ആ ക്രിസ്തുവുമായി മരിച്ച് ക്രിസ്തുവുമായി ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ നാം ഇടയായി തീർന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ പുറകിലുള്ള പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞ് കളഞ്ഞുവെങ്കിൽ നാം ഇനി ചിന്തിക്കേണ്ടുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കുവാൻ, നാം അന്വേഷിക്കേണ്ടുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ പേര് തന്നെ ടേൺ ടു ഗോഡ് എന്നാണല്ലോ. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം യഥാർത്ഥമായി നാം തിരിയുമ്പോൾ, യഥാർത്ഥമായി നമ്മുടെ സാഹചര്യങ്ങളോ, നമ്മുടെ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ പരിതസ്ഥിതികൾ, നമ്മുടെ ഒരു പക്ഷേ ആടി ഉലയുന്ന അല്ലെങ്കിൽ വളരെ ഭാരപ്പെടുത്തുന്ന പരിതസ്ഥിതികളുടെ മധ്യത്തിൽ ദൈവവചനം പറയുന്നു, നാം നമ്മുടെ ഭാരങ്ങളെ ഏറ്റുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുവാനല്ല. 1 പത്രോസ് 5:7 നമുക്ക് കാണാൻ സാധിക്കുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നമുക്ക് ഈ ഭാരം ഏറ്റുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ സാധ്യമല്ല. ഭാരങ്ങൾ ഏറ്റുകൊണ്ട് നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ സാധ്യമല്ല. മറിച്ച് നമുക്കുള്ള ഭാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് ക്രിസ്തു യേശു പരിശുദ്ധാത്മാവ് ആ വചനഭാഗങ്ങൾ നമുക്ക് എഴുതുവാൻ ഇടയായി തീർന്നത്. ദൈവവചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മിൽ പറ്റുന്നതായ പാപങ്ങളാകട്ടെ, ഭാരങ്ങളാകട്ടെ, മുറുകെ പറ്റുന്നതിനെ മുഴുവനും വിട്ടുകളഞ്ഞുകൊണ്ട് നമുക്കൊരു ഓട്ടമുണ്ട്. നമ്മൾ ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടുന്നതിനെ വിട്ടുകളയുവാൻ തക്കവണ്ണം, നാം അന്വേഷിക്കേണ്ടുന്നതിനെ അന്വേഷിക്കുവാൻ, നാം ചിന്തിക്കേണ്ടുന്നത് ചിന്തിക്കുവാൻ തക്കവണ്ണം. കാരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിതസ്ഥിതികളെ നോക്കി നാം ഭാരപ്പെടുവാനോ, നമ്മുടെ ഹൃദയം, ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ഉയരത്തിലുള്ള ചിന്തകളിൽ അല്ലെങ്കിൽ ആ ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുവാൻ, നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്തു തന്നെയാണെങ്കിലും അതിലേക്കല്ല നാം ചാഞ്ഞു നിൽക്കേണ്ടുന്നത്. മറിച്ച് നാം നിൽക്കേണ്ടുന്നത് നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിലൊന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നാം അങ്ങനെ ഇടയാകുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ അതേ ജീവൻ നമ്മിലേക്ക് വരുവാൻ ഇടയെത്തണം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നാം ക്രിസ്തുവിൽ മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം ഈ ലോകത്തിന് മരിച്ചു, നാം പാപത്തിന് മരിച്ചു.
പാപത്തിൽ നാം മരിച്ചെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. കാരണം പാപത്തിൽ മരിച്ചതുകൊണ്ടാണല്ലോ നാം ജലത്തിൽ ക്രിസ്തുവേശുവിനോടുകൂടെ അവനോടുകൂടെ ഉയർക്കപ്പെടുവാൻ തക്കവണ്ണം ജലത്തിൽ ക്രിസ്തുവായി ഏകീഭവിക്കുവാൻ തക്കവണ്ണം സ്നാനമേറ്റു. എന്നാൽ നാം നമ്മുടെ ഈ ലോകത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിൽ നാം മരിക്കാത്തവരായതുകൊണ്ട് ലോകത്തിന്റെ പുറകാലെ ഓടുവാൻ, ലോകത്തിന്റെ പരിതസ്ഥിതികളിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സുകൾ കുറ്റിയടിച്ചിടുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും ഇടയായിത്തീരും. പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് പറയുന്നു, നമ്മിലുള്ള ആത്മീക അധികാരം വർദ്ധിക്കുവാൻ. എങ്ങനെ നമ്മിൽ ആത്മീക അധികാരം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും? എങ്ങനെ നമുക്ക് പിശാചിനോട് പൊരുതിടുവാൻ ഇടയായിത്തീരും? എങ്ങനെ നമ്മുടെ പരിതസ്ഥിതികളെ നമ്മുടെ കാൽച്ചുവട്ടിൽ ചവിട്ടി മെതിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും? എങ്ങനെ ക്രിസ്തുവേശുവിനോട് വിജയാളികളായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും? എങ്ങനെ നമ്മുടെ മനസ്സിനെ ക്രിസ്തുമായി ഉറപ്പിക്കുവാൻ ഇടയായിത്തീരും? നാം ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നുവെങ്കിൽ, അവന്റെ സ്വഭാവത്തോടെ ഏകീഭവിക്കുന്നുവെങ്കിൽ, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടുവെങ്കിൽ, നാം ക്രിസ്തുവിനോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ആ 3.5 വർഷക്കാലത്തെ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ, ഒരു ശുശ്രൂഷ മാത്രമല്ല, 33.5 വർഷക്കാലത്തെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു പരിതസ്ഥിതികളെ നോക്കി, അല്ലെങ്കിൽ ഒരു തച്ചന്റെ മകനായി ഞാൻ ജനിക്കപ്പെട്ടല്ലോ എന്നുള്ള വ്യാകുലതയിൽ ജീവിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരു ആശാരി പണിക്കാരനായി സർവശക്തനായ ദൈവം മനുഷ്യരൂപം എടുത്തതുകൊണ്ട് ഒരാശാരി പണിക്കാരനായി പോയല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ജീവിച്ചുവെങ്കിൽ അവൻ മരണത്തെ ജയിക്കുകയില്ലായിരുന്നു. മരണത്തെ ജയിക്കുകയില്ലെന്ന യേശു ക്രിസ്തു മരണത്തെ ജയിക്കുവാൻ ഇടയായി തീർന്നത് 33.5 വർഷക്കാലം തനിക്ക് ലഭിച്ച ഭൂമിയിലെ ഓട്ടം സർവശക്തനായ ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു ഉത്തമ മാതൃക ദൃഷ്ടാന്തം മനുഷ്യന് കാണിച്ചു കൊടുത്തു. ആ ഉള്ള ആയുസ് ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗം കുനിഞ്ഞു നോക്കുന്ന സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്ന അവസ്ഥകളുണ്ട്. നാം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് എത്രയെന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്കൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം തികയ്ക്കേണ്ടുന്നതുണ്ട്. ആ ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മിലുള്ള ഓണസ്റ്റി. എന്തിലാണ് ഓണസ്റ്റി? നാം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഓണസ്റ്റി ഉള്ളവരായിരിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നാം ഓണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മിൽ യഥാർത്ഥമായും ആ ഒരു ആത്മാർത്ഥത, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, ഉയരത്തിലൂടെ ചിന്തിക്കുന്നതിൽ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരുവാൻ തക്കവണ്ണം. കാരണം ക്രിസ്തു ഈ ലോകത്ത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു. അവന്റെ ഭൂമിയിലെ ജീവിതകാലം മുഴുവനും നമുക്കൊരു ഉത്തമ മാതൃകയായിരുന്നു. ഇവിടെ നമുക്ക് എഫെസ്യ ലേഖനം 4:25 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 4-ാം അധ്യായം അതിന്റെ 25 വാക്യം കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ഘോഷക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. അവയവങ്ങളല്ലോ. താങ്ക് യു. പാപം ചെയ്യാതിരിക്കും. താങ്ക് യു. ഇവിടെ ദൈവവചനം പറയുന്നു, ആകിയാൽ ഭോഷ്ക് ഉപേക്ഷിച്ചു ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അതിന്റെ ആദ്യ ഭാഗം പറയുന്നു ബോഷ്ക് ഉപേക്ഷിച്ച്. നാം ചിന്തിക്കും, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ബോഷ്ക് ഉപേക്ഷിച്ചവരാണല്ലോ. ദൈവം പറയുകയാണ് നമ്മോട്, എന്താ പറയുക, ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. നാം ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവിക ആ ഇന്റഗ്രിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ആ ഓണസ്റ്റിയിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉയരത്തിലുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നവരാണോ? നാം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് അന്വേഷിക്കാതിരുന്നാൽ അത് ബോഷ്കായി തീരും. നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കാതിരുന്നാൽ അത് ബോഷ്കായി തീരും. ദൈവവചനം പറയുന്നു ബോഷ്ക് ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം അസത്യം സംസാരിക്കുന്നവരല്ലായിരിക്കാം, എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് നാം
നാം ചിന്തിക്കുന്നു, നാം ചെയ്യുന്നുവെന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് യഥാർത്ഥമായി അത് യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിയിൽ നമ്മുടെ ലൈഫിലേക്ക് അത് പ്രായോഗിക തലത്തിൽ വരുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ അധികാരം നമ്മിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവവചനം പറയുന്നു, ബോഷ്കുരു ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. നാം അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ കാണുവാൻ സാധിക്കും. ക്രിസ്തു യേശു നമ്മുടെ അടിസ്ഥാനമാണ്. മൂലക്കല്ലായിരിക്കുന്നത് ക്രിസ്തു യേശുവാണ്. ആ ക്രിസ്തു യേശുവിൽ പണിയപ്പെട്ട ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ ആ മൂലക്കല്ലോട് യോഗ്യതയുള്ള കല്ലുകളാണ് അതിന് മുന്നിലേക്ക് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകൾ. അങ്ങനെയെങ്കിൽ ക്രിസ്തു യേശുവിനോട് അനുരൂപപ്പെടുവാൻ, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ, അവൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്രിഫിഷ്യലായിട്ട് ഒരു വളരെ സത്യസന്ധമായി അല്ലെങ്കിൽ നാം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ദൈവവചനപ്രകാരം വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവ ഗുണത്തോടെ നാം അവനിൽ പണിയപ്പെടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുകയാണ്, നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്, നാം ചിന്തിക്കുകയാണ്, നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല, യഥാർത്ഥമായി നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് പരിശോധിക്കുവാൻ 24/7 നമ്മുടെ ലൈഫിലെ ഓരോ സെക്കൻഡ്സും നാം ദൈവസന്നിധിയിൽ, ദൈവമേ എൻ്റെ ചിന്തകൾ ഉയരത്തിലുള്ളതാണോ, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഉയരത്തിലുള്ള കാര്യങ്ങളാണോ ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങളാണോ? കാരണം ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ സമൂഹമാകട്ടെ, നമ്മുടെ സഭയിലുള്ളവരാകട്ടെ, നാം ശുശ്രൂഷിക്കുന്നവരാകട്ടെ, ഉയരത്തിലുള്ളത് ദൈവം അവരെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതവരെ ബോധ്യപ്പെടുത്തുവാൻ, അവരെ നേടുവാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നതായ ഭിക്ഷക്കാരുടെ ഇടങ്ങൾ, ചേരി പ്രദേശങ്ങൾ, ആരുമില്ലാത്തവർ, അലഞ്ഞു നടക്കുന്നവർ, തെരുവീതികളിൽ കിടക്കുന്നവർ, പാർപ്പിടമില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനില്ലാതെ, കൊടും തണുപ്പിന്റെ സമയത്തും വസ്ത്രങ്ങളില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനേകം കൂട്ടങ്ങളെ ക്രിസ്തു യേശുവിന്റെ സ്നേഹത്താൽ അവർ പിടിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മാധ്യമങ്ങളായി അവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സാക്ഷി അംബാസഡേഴ്സായി നിൽക്കുവാൻ തക്കവണ്ണം, പ്രതിനിധികളായി നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവത്തോട് നാം നിരപ്പ് പ്രാപിച്ചപ്പോൾ തന്നെ അവരെ ക്രിസ്തുവുമായി നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഒരു മഹൽ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാനിടയായി തീർന്നു. 5 വർഷത്തോളമായി ഇവിടെയുള്ള പ്രവർത്തനം, ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലായി 37 വർഷമായി ഒരു മിഷണറിയായി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഭാഗത്ത് ഈ ഭിക്ഷയാചിക്കുന്ന ഇടയ്ക്കുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആരും വേണ്ടാതെ തള്ളിക്കളഞ്ഞ, സമൂഹത്തിൽ വേണ്ടാത്തവർ, എന്നാൽ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു എന്താണ് അവരെ കുറിച്ച് ചിന്തിക്കുന്നത്, ക്രിസ്തു എന്താണ് അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്, അവരുടെ ആത്മാവ് നശിച്ചു പോകുന്ന ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം അവർ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ട് ആ ഒരു ദാഹം ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ പുറമേയുള്ള വൃത്തിഹീനമായ ഒരു ശരീരമല്ല, അവരുടെ കീറിപ്പറിഞ്ഞ വസ്ത്രമല്ല, അവരുടെ അശുദ്ധമായ കിടപ്പിടമല്ല, മറിച്ച് ആ തെരുവീതിയിൽ അവരോട് ചേർന്നിരുന്ന് വചനം പറയുവാൻ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, അവരോട് സുവിശേഷം പറയുവാൻ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണം, നാം കഴിക്കുന്ന അതേ പ്ലേറ്റിൽ അവർക്ക് കൊടുക്കുവാൻ, ഹല്ലേലൂയ, നാം പാർക്കുന്നതായ ഈ വാടക വീട്ടിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം, അവർക്ക് വസ്ത്രം കൊടുക്കുവാൻ, നാം പോകുന്ന കടയിൽ കൊണ്ടുപോയി അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുവാൻ, നാം ഉപയോഗിക്കുന്ന അതേ കമ്പിളിയും റജായി ക്വിൽറ്റും അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ, ദൈവസ്നേഹം ക്രിസ്തു നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അവന്റെ സ്ഥാനാപതികളായി ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ മനസ്സുകൊണ്ട് അലഞ്ഞു നടക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് അലഞ്ഞു നടക്കുന്നവരുണ്ട്, ഒരുപക്ഷെ ശരീരം കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്, ഒരുപക്ഷെ പല സാഹചര്യങ്ങളിൽ ഹൃദയവും മനസ്സും ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു നടക്കുന്നവരുണ്ട്. ദൈവവചനം പറയുന്നു, അവരെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാക്കി മാറ്റുവാൻ, അവരെ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ
അങ്ങനെയെങ്കിൽ നമ്മുടെ ദൗത്യം ഒരു ചെറിയ ദൗത്യമല്ല. ഈ ഭൂമിയിലുള്ള ഈ കാലഘട്ടത്തിൽ, നാം ജീവിക്കുന്നതായി ഈ കാലഘട്ടത്തിൽ ദൈവം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന ദൈവവചനത്തിൽ പരിശുദ്ധാത്മ വ്യക്തതയോടെ നമ്മെ ഓർപ്പിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ഇന്ന് യേശു ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യസ്ഥനായി, നമ്മുടെ ഹെൽപ്പറായി, സഹായകനായി നമ്മോട് ചേർന്ന് നടന്ന് നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ഉയരത്തിലുള്ള ചിന്തിക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നുവെങ്കിൽ, നാം മറ്റുള്ളവരെയും അതേ ദൗത്യത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കണം. ഇന്ന് അനേക ഭിക്ഷയാചിക്കുന്നവർ, അനേക മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആരും ആശ്രയമില്ലാത്തവർ, തെരുവീതികളിൽ അലഞ്ഞു നടക്കുന്ന അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നതിന്റെ ഒരേ ഒരു കാരണം, യേശു ക്രിസ്തു ക്രൂശിൽ അവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. സ്വാർത്ഥതയില്ലാതെ യേശു ക്രിസ്തു അവസാന തുള്ളി രക്തം സകല മനുഷ്യർക്കും വേണ്ടി കൊടുത്തു. ഒരുപോലെ യേശു ക്രിസ്തു അവരെ സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ അതേ സ്നേഹം നാം അന്വേഷിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ അതേ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മാറ്റൊലി കേൾക്കുന്ന ആ സമയം ആസന്നമായിരിക്കുന്നു. നമുക്കറിയാം, എണ്ണപ്പെട്ട ദിവസങ്ങളോ, എണ്ണപ്പെട്ട ആഴ്ചകളോ, എണ്ണപ്പെട്ട മാസങ്ങളോ, എണ്ണപ്പെട്ട ചില വർഷങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ ഈ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി, രണ്ടാം വരവിന് വേണ്ടി ഉള്ളപ്പോൾ നാം എത്ര വ്യഗ്രതയോടെ, എത്രത്തോളം ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നാം ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ആയിരിക്കണം. അതുപോലെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇടയായി തീരണം. പ്രോവർബ്സ് സദൃശ്യവാക്യം 10:9 കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 10 അധ്യായം അതിന്റെ 9 സദൃശ്യവാക്യം 10 അതിന്റെ 9 നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. താങ്ക് യു. ദൈവചനത്തെ പറയുന്നു, നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കുന്നു. നേരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നാം നേരായി നടക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരായി തീരണം. നേരായി നടക്കുന്നവരാകുവാൻ തക്കവണ്ണം നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനിടയായി തീരണം. നാം നേരായി നടക്കുന്നുവെങ്കിൽ നിർഭയമായി നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തക്കവണ്ണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ നാം നിർഭയരായി തീരുവാനിടയായി തീരും. യേശു ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃകയാണ്. നിർഭയമായി അവൻ നടക്കുവാനിടയായി തീർന്നു. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ട് വരും. നടപ്പിൽ വക്രത, ദൈവം നമ്മെക്കുറിച്ച് യേശുവിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നടപ്പിൽ വക്രത ഇല്ലാതെ ഇരിക്കണമെങ്കിൽ, ഈ ലോകത്തിലുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നടപ്പിൽ വക്രത, ഈ ലോകത്തിലുള്ളത് ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ ഈ ഭൂമിയെല്ലാം വെന്ത് ചാമ്പലായി പോകുവാനിടെ, ഇതിന്റെ മൂലപദാർത്ഥങ്ങൾ എല്ലാം വെന്ത് കത്തി ചാമ്പലായി പോകുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സഹിഷ്ണുത, ക്രിസ്തുവിന്റെ ദയ, ക്രിസ്തുവിന്റെ മനസ്സലിവ്, ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാനുള്ള ഒരു മഹൽ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. 2 ജീവിതമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു, ഈ ഒരു ലൈഫ് കഴിയുമ്പോൾ അടുത്ത ലൈഫിൽ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കാമെന്ന്. എന്നാൽ രണ്ടാമതൊരു ജീവിതം നമുക്കില്ല. ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ഭൂമിയിൽ 2 ലൈഫ് നമുക്കില്ലാത്തത് കൊണ്ട്, ഒരു ജീവിതമേ നമുക്ക് ഉള്ളത് കൊണ്ട് അതൊരു മാതൃകയാണ്. യേശു ക്രിസ്തു മാത്രം മരണത്തെ ജയിച്ചവൻ. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു മരണത്തെ ജയിച്ചു. അവൻ സ്വർഗത്തിൽ കയറിപ്പോകുവാൻ ഇടയായി തീർന്നു. യേശു മാത്രം സ്വർഗത്തിൽ കയറിപ്പോയി. നമുക്ക് ഒരു മാതൃക യേശു രണ്ടാമത് ഈ ഭൂമിയിൽ വന്ന് ജനിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനും രണ്ടാമത് ഈ ഭൂമിയിൽ വീണ്ടും മടങ്ങി വന്ന് ജനിക്കുവാൻ ഇടയായി തീരുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു ആയുസ്, ലഭിച്ച ഒരു ജീവിതം ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ, ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ, ക്രിസ്തു അന്വേഷിച്ച കാര്യങ്ങൾ അന്വേഷിക്കുവാൻ, ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാൻ, ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ, ക്രിസ്തു എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ അവന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു,
ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളുടെ ചേരി പ്രദേശങ്ങളിൽ ഉള്ളവർ വലിയ പ്രത്യാശയോടെ ആനന്ദത്തോടെ ഇന്ന് 11 മണിവരെ സഭയിൽ രാവിലെ വെളുപ്പിന് മുതൽ 11 മണിവരെ പ്രാർത്ഥനയിൽ അങ്ങനെ ചേരി പ്രദേശങ്ങളിലുള്ള മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നത്, അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു സമയം യേശുവിനെ അറിയാത്തവർ, ഒരു സമയം യേശുവിനെ കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ലായിരുന്നു. എന്നാൽ അന്ന് യേശുവിനെ വ്യക്തമായി അവർ കാണുന്നവരാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അവർ അനുഭവിച്ചറിയുന്നവരാണ്. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ്. അവരെ ഇല്ലിറ്ററേറ്റ് ആണ്, പഠിത്തമില്ല. എന്നാൽ അവർ യേശുവിന്റെ സ്നേഹം, വചനം, കേൾക്കുന്ന വചനങ്ങൾ അവർ ഉരുവിട്ടുകൊണ്ട് ആ വചനം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന വചനത്തെ, അവരുടെ ലൈഫിന്റെ എക്സ്പീരിയൻസായി അനുഭവമായി മാറുന്ന വചനത്തെ അവർ മറ്റുള്ളവർക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക്, ഇവിടെ നിന്നും ഹിമാചൽ പ്രദേശിൽ എല്ലാം കടന്നുപോയി വചനം അവർ പറയുന്നവരാണ്. നമ്മുടെ സമീപ സംസ്ഥാനമാണ്, നമുക്കധികം ദൂരമില്ല. അവിടെ എല്ലാം കടന്നുപോയി വചനം പറയുവാൻ തക്കവണ്ണം പഠിത്തമില്ലാത്തവർ, ജമ്മു കാശ്മീരിലുള്ളവർ, ബീഹാറിലുള്ളവർ, ഉത്തർപ്രദേശ് ഉള്ളവർ, അതുപോലെ മഹാരാഷ്ട്രയിലുള്ളവർ, അനേക ചേരികളിലുള്ള, രാജസ്ഥാനിൽ ചേരികളിലുള്ളവർ അവർ ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുന്നവരാണ്. എന്തുകൊണ്ടാണ് രുചിച്ചറിയുന്നത്? നാം ഒരു വ്യക്തി തയ്യാറാകുന്നുവെങ്കിൽ, ഒരു വ്യക്തി ദൈവം ചോദിക്കുന്നത് ആരുണ്ട് ഈ ഗ്യാപ്പിൽ നിൽക്കുവാൻ തക്ക വേണം. എസെക്കിയേൽ പ്രവചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗ്യാപ്പിൽ നിൽക്കുവാൻ ആരുണ്ട്? നമ്മുടെ തലമുറയിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നാം ആയിരിക്കുന്നതായ ചുറ്റുപാടുകളിൽ, നാം ആയിരിക്കുന്ന ഒരു ഭവനത്തിന്റെ അങ്കണത്തിലോ, നാം ആയിരിക്കുന്നതായ ആ ഒരു ചുറ്റുപട്ടിലോ ദൈവം ആഗ്രഹിക്കുന്ന ഗ്യാപ്പിൽ നിൽക്കുവാൻ ആരുണ്ട്? നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, ഈ തലമുറയിൽ ഗ്യാപ്പിൽ നിൽക്കുവാൻ ആരുണ്ട്? ദൈവം ചെയ്തതുപോലെ ചെയ്യുവാൻ, ദൈവം അന്വേഷിച്ചതുപോലെ അന്വേഷിക്കുവാൻ, ദൈവം നടന്നതുപോലെ നടക്കുവാൻ തക്കവണ്ണം നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കും. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുവാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. മരണമാണ് അവസാന ശത്രു. ആ മരണത്തെ യേശു ക്രിസ്തു ജയിച്ചു. ഈ ഭൂമിയിൽ നമുക്ക് മരണമില്ല. ഈ ശരീരം, മാംസവും രക്തവും സ്വർഗത്തിൽ പോകാത്തത് കൊണ്ട് മാത്രം ഈ ശരീരം, ഈ തമ്പുവാകുന്ന അല്ലെങ്കിൽ ഒരു കൂടാരമാകുന്ന ഈ ശരീരം നാം ഉപേക്ഷിച്ച് ജീവനിൽ പ്രവേശിക്കേണ്ടുന്നവരാണ്. നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ അകത്ത് ലഭിച്ചതുകൊണ്ട് നാം ജീവനിൽ പ്രവേശിക്കുകയാണ്. ഈ ശരീരം നാം വെറും ഒരു പഴകിയ വസ്ത്രം പോലെ ഉപേക്ഷിച്ച് ജീവനിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു യേശു ജയകരമായ ഒരു ജീവിതം നമുക്ക് നൽകി തന്നിരിക്കുന്നു. അതുകൊണ്ട് മരണഭയം നമുക്കില്ല, നമുക്കൊന്നിനെ കുറിച്ചും ഭയമില്ല. നാം നിർഭയരായിരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു യേശു നമ്മിൽ വാഴുന്നു. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്. ഒരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. 1 യോഹന്നാൻ 2:29. ഇതാകുന്നു അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ആമേൻ. നീതി ചെയ്യുന്നവനെല്ലാം, താങ്ക് യു, നീതി ചെയ്യുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നീതിയുണ്ട്. ക്രിസ്തുവിനാൽ ജനിച്ചവർ നാം നീതിയുള്ളവരാണ്. നീതി കാരണം ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടിരിക്കുന്നു. നാം പുതുജനനം പ്രാപിച്ചതുകൊണ്ട് ആ നീതി നമ്മിലുണ്ട്. ക്രിസ്തു ദൈവം നമുക്കറിയാം, ഗോഡ് ഇസ് എ റൈച്ചസ് ഗോഡ്. നമ്മുടെ ദൈവം നീതിമാനാകുന്നത് കൊണ്ട് ദൈവത്തിന്റെ മക്കൾ ആ കുടുംബത്തിൽ, ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിച്ച നാമും ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുവാൻ ഭാഗ്യ പദവി ലഭിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് എപ്പോഴും കടന്നു ചെല്ലുവാൻ, പിതാവിനോട് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ തക്ക റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ആ ഒരു ഉറപ്പിലേക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്ന എല്ലാ സമയത്തും ആ നീതി നമ്മിൽ ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകം 6:9, 15:6 വാക്യം നമുക്ക് വായിക്കാം. 6:9, ഉൽപ്പത്തി 6:9 വാക്യത്തിലേക്ക്. നോഹയുടെ വംശപാരമ്പര്യം നോഹ നീതിമാൻ എന്ന തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. താങ്ക് യു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നമുക്ക് ദൈവത്തിന്റെ വചനത്തെയും കാണാൻ സാധിക്കും. നീതി ഉണ്ടെങ്കിൽ, ദൈവം നീതിമാനാണ്,
ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി കാണുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതി ആ വ്യക്തിയിൽ കാണുമ്പോൾ ദൈവത്തിന് ആ വ്യക്തി ഉപയോഗിക്കാൻ കഴിയുന്നു. ദൈവം നോഹിയെ കണ്ടപ്പോൾ ആ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായി ദൈവം കണ്ടത് നോഹിയാണ്. ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ നാം എപ്പോഴും പ്രാർത്ഥിക്കണം. നാം പരിതസ്ഥിതികളെ നോക്കരുത്, ദൈവത്താൽ എനിക്ക് ഉപയോഗപ്പെടണം. കാരണം ദൈവത്താൽ ഉപയോഗപ്പെടണമെന്ന് പറയുവാൻ കാരണം യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്. നമുക്കറിയാം, ആ കാലത്തിൽ അവസാന സമയത്ത് പലരും വന്ന് യേശുക്രിസ്തുവിനെ പറയും, നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഇത് ചെയ്തു. യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതിന് കാരണം എന്താണ്? ദൈവവചനപ്രകാരം ജീവിക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ. യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമില്ലാതെ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരുണ്ടായിരിക്കാം, അനുസരണമില്ലാതെ ദൈവവേല ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നിഷ്കളങ്കതയോടെ നീതിയോടെ നാം ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് പറയണം, ദൈവമേ എന്നിൽ ദൈവിക നീതി, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പുതുതായി എപ്പോഴും ആ പുതുക്കപ്പെട്ട അവസ്ഥയിൽ ആ നിഷ്കളങ്കതയിൽ ലോകത്തെ അറിയാത്തവരായി ക്രിസ്തുവിനെ അറിയുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട. ഈ ലോകത്തെ എനിക്ക് അറിയണ്ട, പാപത്തെ എനിക്ക് അറിയണ്ട, അശുദ്ധിയെ എനിക്ക് അറിയണ്ട, ദുർനടപ്പിനെ എനിക്ക് അറിയണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ള ഒരു ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മറിച്ച് എനിക്ക് അറിയേണ്ടുന്നത് ക്രിസ്തുവിനെ കുറിച്ച്, അവൻ്റെ രാജ്യത്തെ കുറിച്ച്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടെ സകലം ലഭിക്കുമെന്ന് മത്തായി 6:33 നമുക്ക് കാണാൻ സാധിക്കുന്നു. മുൻപേ അവൻ്റെ രാജ്യം, രണ്ടാമത് അവൻ്റെ നീതി. നാം അത് അന്വേഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുറവുള്ളത് അത് നികത്തി തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ശക്തനാണ്. കൂടാതെ നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവൻ ശക്തനായ ദൈവമാണ്. ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം, ഒരു മനുഷ്യനാലല്ല, ദൈവത്താൽ നമുക്കെതിരായി വരുന്നതായ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയേറ്റുകൊണ്ട് എഫെസ്യ ലേഖനം 6:10-18 വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ സർവായുധവർഗം ധരിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിക്കുവാൻ. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ദൈവം പറയുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, മനസ്സിൽ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകളിൽ ചിന്താകുലങ്ങളെ വിട്ടുകളഞ്ഞു പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മ പറയുന്നു. നാം ഫിലിപ്പ് ലേഖനം 4:6 കാണാൻ, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനി, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുവാൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യാകുലതകളെ വിട്ടുകളയുവാൻ. അതൊരു കൽപ്പനയായിട്ടാണ് പരിശുദ്ധാത്മ പറയുന്നത്. വ്യാകുലപ്പെടുന്ന വ്യക്തി, ചിന്താകുലപ്പെടുന്ന വ്യക്തി, അതൊരു കൽപ്പനയാണ്. വിട്ടുകളയുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ അതിനെ വിട്ടുകളയുവാൻ തക്കവണ്ണം, വ്യാകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ ദൈവകരത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം മോശയോട് ദൈവം, നിനക്ക് കടിഞ്ഞപ്പെട്ട വിഷയം എന്താ? എൻ്റെ കരത്തിൽ താൻ, ഞാൻ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ രാപ്പകൽ നമുക്ക് അപ്രോച്ച് ചെയ്യുവാൻ, സമീപിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മുടെ സമീപത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഭാരപ്പെടാതെ കർത്താവിനോട് പറയണം, കർത്താവേ, നിന്നാൽ നോഹിയുടെ ജീവിതത്തിൽ അവൻ നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ലോകം മുഴുവനും അവന് എതിരായിരുന്നു. അവൻ ഒരാൾ മാത്രം ഭൂമിയിൽ പ്രസംഗകനായി നിന്നു, ഒരാൾ മാത്രം നീതിയുള്ളവനായി, ഒരാൾ മാത്രം നിഷ്കളങ്കനായി ദൈവം മുൻപാകെ കാണപ്പെട്ടു. അവൻ പ്രസംഗിച്ച പ്രസംഗങ്ങളോ അവൻ പറഞ്ഞ കാര്യങ്ങളോ ഏറ്റെടുക്കുവാൻ ഈ ഭൂമിയിൽ അവന്റെ കുടുംബം ഒഴികെ മറ്റാരുമില്ലാതിരുന്ന സ്ഥാനത്ത് അവൻ ദൈവം പറഞ്ഞത് അനുസരിച്ച് പ്രസംഗിച്ചുകൊണ്ടേ നടന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കണക്കം പ്രകാരം ദൈവം പറഞ്ഞത് ചെയ്തു. ദൈവജനത്തിൽ കാണുന്നു, ആ പെട്ടകം എങ്ങനെ പണിയപ്പെടണം, ദൈവം അതിന്റെ അളവ് പറഞ്ഞു കൊടുത്തു. നാം എങ്ങനെ പ്രവർത്തിക്കണം, എന്തു ചെയ്യണം. നാം മറ്റൊരു വ്യക്തിയെ അനുകരിക്കുവാനല്ല, മറിച്ച് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ചെയ്യുവാൻ തക്കവണ്ണം. മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു അത് ചെയ്യുവാൻ, എന്നെ വിളിച്ച വിളി ഞാൻ ചെയ്യുവാൻ തക്കവണ്ണം, എന്നെ ഏൽപ്പിച്ചത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം ഞാൻ ചെയ്യുവാൻ. ഞാനൊരു തയ്യൽക്കാരിയെങ്കിൽ എന്നെ ഏൽപ്പിച്ച തയ്യൽ പണി ഞാൻ ചെയ്യുവാൻ തക്കവണ്ണം. ഞാനൊരു ഡോക്ടറെങ്കിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുവാൻ തക്കവണ്ണം. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ
നമുക്കറിയാൻ സാധിക്കും, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ നമുക്കോ കഴിവുകളില്ല, നമുക്കോ ഒന്നുമില്ല. എന്നാൽ ദൈവം കൃപ പകർന്നു തരുന്ന ദൈവമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ എന്റെ സാക്ഷ്യം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. 3 പ്രാവശ്യം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് പരിശുദ്ധനായി സർവശക്തനായി ദൈവത്താൽ സൗഖ്യമാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. 90% കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒരുപക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. എൻ്റെ ഐപാഡ് കൊണ്ടാണ്, അത് വലിയ സൂം ലെറ്ററിലാണ് ഞാൻ വായിക്കുന്നത്, അതുകൊണ്ടാണ് സമയം കുറച്ചെടുക്കുന്നത്. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചില്ലെങ്കിൽ അന്ധ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. എന്നാൽ ഈ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും തനിയെ പോയി ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം 37 വർഷക്കാലം അനേക സമയം തനിയെ കടന്നു പോകുവാൻ, ഇന്ന് കുടുംബമുണ്ട്, കുടുംബത്തോട് ചേർന്ന് കടന്നു പോകുവാൻ, ചില സമയത്തെല്ലാം ഇപ്പോഴും തനിയെ പല സംസ്ഥാനങ്ങളും കടന്നു പോകുവാൻ ദൈവം സഹായിക്കും. ദൈവം നമുക്ക് കൃപ ചെയ്യുന്നുവെങ്കിൽ, ദൈവം കരുണ ചെയ്യുന്നുവെങ്കിൽ, ദൈവം നമുക്ക് ശക്തീകരിക്കുന്നുവെങ്കിൽ, നമ്മെ ശക്തനാക്കുന്ന മുഖാന്തരം നാം സകലത്തിനും മതിയായവരായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ഇവിടെ 15-ന്റെ 6-ാം വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ യഹോവയിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവനെ യഹോവയിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമുക്ക് നീതി, ദൈവം നീതിമാനാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നീതി വരണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. എങ്ങനെയാണ്? പലപ്പോഴും പ്രതികൂലമായ സാഹചര്യം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആ വള്ളത്തിലിരുന്നു, വെള്ളം നിറഞ്ഞ് ആ വെള്ളം കൊണ്ട് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായി. യേശു ആ വള്ളത്തിലുണ്ട്, ഉറങ്ങുന്ന അവസ്ഥയിലാണ്. പ്രതിസന്ധി വളരെ ആനടിക്കുകയാണ്. ആ ശിഷ്യന്മാരും വിശ്വാസികളും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസി എന്ന് പറയുന്നത് വചനം കേട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസി. എന്നാൽ യേശു ക്രിസ്തുവിനെ അതുപോലെ പിൻപറ്റുന്ന, യേശുവിന്റെ കാൽച്ചുവടുകളെ അതുപോലെ പിൻപറ്റുന്ന, യേശു എന്തു പറഞ്ഞാലും അത് അനുസരിക്കുന്ന, അത് ഒരു ചോദ്യം ചെയ്യാതെ യേശുവിനെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥമായും ശിഷ്യന്മാർ. എന്നാൽ ആ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട വിശ്വാസികളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ ഗണമുണ്ട്. എന്നാൽ ശിഷ്യഗണങ്ങൾ പോലും പോകുന്ന സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. കൂടെയുള്ള യേശുവിനെ അവർ കാണുന്നുണ്ട്, തങ്ങളോട് ചേർന്നിരിക്കുന്ന യേശുവിനെ അവർ കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർക്ക് വിശ്വസിക്കുവാൻ സാധ്യമല്ലാതെ വണ്ണം, അവരുടെ വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ സാധ്യമല്ലാതെ വണ്ണം ആ ജീവിതത്തിന്റെ തോണിയെല്ലാം ആടി ഉലയുന്ന സാഹചര്യം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, വിശ്വസിച്ചാൽ അത് നീതിയായി കണക്കിടുവാൻ ഇടയായിത്തീരും. യേശു ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിച്ചുകൊണ്ട് ആ സ്ഥിതിയെ മാറ്റുവാൻ തക്കവണ്ണം, ശാന്തത വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നാം ഉറ്റുനോക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം ആ സർവശക്തനായ ദൈവം ശക്തനാണ്. ഇയ്യോബിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇയ്യോബ് 27-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 27. എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടി. നമ്മുടെ നീതിയായിരിക്കുന്ന ക്രിസ്തു യേശു നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് വിടാതെ മുറുകെ പിടിക്കുവാൻ കഴിയുന്നത് ആരെയാണ്? ക്രിസ്തു യേശുവിനെയാണ്. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. നമ്മുടെ നീതിയായ ക്രിസ്തുവിനെ നമ്മുടെ പ്രതിസന്ധികൾ നാം ആകുന്ന ജീവിതത്തോണി ആടി ഉലയുന്ന അവസ്ഥയിൽ ബുദ്ധിമാനായ മനുഷ്യനും നിർബുദ്ധിയായ മനുഷ്യനും വീട് പണിത കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ ദൈവവചനം അതുപോലെ അനുസരിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ. പലപ്പോഴും നാം ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടുന്നത്, മറിച്ച് അത് എന്ത് തന്നെയാണെങ്കിലും ദൈവത്തോട് യെസ് പറയണം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി, ഈ ഭാഗങ്ങളിൽ -ഡിഗ്രിയും തണുപ്പ് വരാറുണ്ട്. അങ്ങനെയുള്ള തണുപ്പിന്റെ കൊടും സമയത്ത് ഞാൻ പലപ്പോഴും കേട്ട ദൈവ ശബ്ദമുണ്ട്,
കൊച്ചു ഒരനുഭവം ഞാൻ പറയുന്നു. എൻ്റെ മോള് 4 മാസം മാത്രം പ്രായമുണ്ട്. മോൻ 1.25 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ കേട്ട ദൈവശബ്ദമാണ് ഉപവസിക്കുവാൻ തക്കവണ്ണം. കൊടും തണുപ്പാണ്, -ഡിഗ്രി. ഞാൻ ഉപവസിക്കാൻ ദൈവശബ്ദം കേട്ട സമയത്ത് ദൈവം എന്നോട് ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി. ഞാൻ ഓർത്തു ഒരു പക്ഷേ വൈകിട്ടൊക്കെ കഴിച്ചുള്ള ഉപവാസമായിരിക്കും. പക്ഷെ 21 ദിവസവും രാത്രിയും ഉപവാസം നീണ്ടുപോയ ശേഷം ദൈവം പറഞ്ഞു, ഇനി ഒരു നേരം എടുത്ത് ഉപവസിച്ചോളാൻ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കഠിനമായ ഒരു സ്ഥിതികളെ മാറ്റുവാൻ തക്കവണ്ണം, നമ്മുടെ മുന്നിൽ കാണുന്നതായ വലിയ ഓളങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷകളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം പറയുന്നത് അനുസരിച്ചാൽ ദൈവം അതേ ദേശത്ത് അതേ സ്ഥാനത്ത് ഇന്ന് അനേക ജനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ പല പ്രാവശ്യങ്ങൾ, 1 വർഷം 2, 3 പ്രാവശ്യം പല പ്രാവശ്യം ഉപവസിക്കുവാൻ തക്കവണ്ണം ദൈവ ശബ്ദത്തിന് മുൻപിൽ കാലാവസ്ഥയോ സാഹചര്യങ്ങളെയോ നോക്കാതെ വണ്ണം ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചതുകൊണ്ട് അതേ സ്ഥലത്ത് അതേ ദേശത്ത് കടന്നു വന്ന് ഇന്ന് ഭിക്ഷക്കാരുടെ മധ്യത്തിൽ, ഇവിടെ കഷ്ടം അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ, അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ട ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം അവർ മയക്കുമരുന്നിനെ ഉപേക്ഷിക്കുവാൻ, മാനുഷികമായി ആരും മയക്കുമരുന്ന് ഉപേക്ഷിക്കുന്നില്ല. റിഹാബിലേഷൻ സെന്ററിൽ കടന്നു പോകുന്നവർ അത് തിരികെ വന്ന് മയക്കുമരുന്ന് എടുക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസികൾ ആരും തന്നെ റിഹാബിലേഷൻ സെന്ററിൽ കടന്നു പോയിട്ടില്ല, മറിച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ക്രിസ്തുവേശുവിന്റെ സ്നേഹത്താൽ, ക്രിസ്തുവേശുവിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ട് യഥാർത്ഥമായും വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. ഇയ്യോബ് ഇവിടെ പറയുന്ന വാക്കുണ്ട്, എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. ഒന്നിനെ നമ്മുടെ നാളുകളിൽ, എൻ്റെ നാളുകളിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ദിവസം, നമ്മുടെ ഓരോ നാള്, ഇന്ന് നമ്മുടെ ദിവസമാണ്, നാളെ നമ്മുടെ ദിവസമല്ല. ഇന്ന് നമുക്ക് ഒന്നിനെക്കുറിച്ചും അവൻ്റെ വായ് കൊണ്ട്, അവൻ്റെ ഹൃദയം കൊണ്ട്, അവൻ്റെ മനസ്സുകൊണ്ട് പാപം ചെയ്യാതെ വണ്ണം യഥാർത്ഥമായ ഒരു നീതിമാനായി ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നില്ല എന്നല്ല, നീതിമാൻ, നാം ദൈവചന്ദ്രൻ കാണുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം അസംഖ്യമായ, സംഖ്യ ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുവാൻ കഴിയാത്ത വണ്ണം, നമുക്ക് എണ്ണിക്കൂടുവാൻ കഴിയാത്ത അസംഖ്യമായ, എണ്ണിക്കൂടാൻ കഴിയാത്തതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാം. എന്നാൽ പ്രതിസന്ധികളിൽ നിലനിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മെ കൈവിടാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേഗത്തിൽ വേറൊരു വേദഭാഗത്തിലേക്ക് കൂടി കടന്നു വരാം. 2 തെസ്സലോനിയർ 3 അവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 11 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ 11:2 മുതൽ 5 വരെയുള്ള വാക്യം. യെശയ്യാ 11 അധ്യായം 11 അധ്യായം. അവൻ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. നമുക്ക് ഇവിടെ താങ്ക് യു. ഇവിടെ വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു കൊമ്പ്, നമുക്കറിയാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്ന, സന്തതികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവം പകർന്നു തന്നിരിക്കുന്ന അതേ ആത്മാവിനാൽ നമ്മിൽ യഹോവയുടെ ആത്മാവ്, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്ക് വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അറുതി വരെയും എൻ്റെ സാക്ഷിയാകുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മേൽ വരുന്ന ആത്മാവ് എന്തിന്റെ ആത്മാവാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, അതുപോലെ ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. നമുക്കറിയാം, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം, നമുക്ക് യഹോവ ഭക്തി വേണം, നമുക്ക് യഹോവയുടെ നിർമ്മലത ആത്മാവിനാൽ തന്നെ നമ്മെ ദൈവം സുരക്ഷിതമായി വെക്കും. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പ്രിസർവ് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മെ പ്രിസർവ് ചെയ്യുന്ന, കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. നാം ആ പരിശുദ്ധാത്മാവായിട്ട് കണക്ഷനിലായിരിക്കും
ആയിരിക്കുമ്പോൾ നമ്മെ എപ്പോൾ ഏത് സമയത്തും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ വി ആർ കോൺസെൻട്രേറ്റഡ് ഓൺ ഗോഡ്. നാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നിലവാരം മാറുവാനിടയെത്തീരും. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇടയായിത്തീരും. ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നാം കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല, മറിച്ച് 24/7 എല്ലാ സമയത്തും നാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മുടെ ആത്മാവും മനസ്സും നമ്മുടെ ജീവിതം മൊത്തമായും ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ പ്രതിസന്ധികൾ എത്ര ആനുലയുന്ന പ്രതിസന്ധിയാണെങ്കിലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വിഷയം നാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവകരത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്മേൽ തക്ക സമയത്ത് വിടുതലയച്ച് നാം ആ വിഷയത്തിൽ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഇടയെത്തീരും. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രബോധം ക്രിസ്തുവിലായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ സങ്കീർത്തനകാരൻ പറയുന്നത്, ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. ദൈവത്തിൽ ആനന്ദിക്കുക, എന്നാൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് തരും. ദൈവത്തിൽ നാം ആനന്ദിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അവനിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം ഇടയെത്തി. ഇവിടെ ഇരിക്കുന്നു, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യം നമുക്കറിയാം. ഇവിടെ അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സാധുക്കളുടെ കാര്യം പറയുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിക്കും. കാരണം ഞങ്ങൾക്ക് സാധുക്കളുടെ ഇടയിലുള്ള പ്രവർത്തനമായതുകൊണ്ട് ഏത് വഴിക്ക് ഞാൻ പോയാലും എൻ്റെ ചിന്താഗതികൾ എവിടെയാണ് സാധുവായ ഒരു ഭിക്ഷയാചിക്കുന്ന, അല്ലെങ്കിൽ വഴിയോരത്ത് കിടന്നുറങ്ങുന്ന അനാഥരായി മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഒക്കെ അടിമകളായി ജീവിക്കുന്നവർ, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും. അവരുടെ ജീവിത സാഹചര്യം എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ അവരുടെ കുടുംബം അവരെ തള്ളിക്കളഞ്ഞെങ്കിൽ നാം ദൈവജനം അവരെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഉദ്ദേശ നിവർത്തീകരണം അവരിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ക്രിസ്തു യേശു മരിച്ചത്, അവസാനത്തുള്ളി രക്തം ചിന്തിയത് അലഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ കൂടിയാണ്. സമൂഹം തള്ളിയവർ, വീട്ടുകാർ തള്ളിയവർ, ആരുമില്ലാത്തവർ, അവരെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, അവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ധാരധാരയെ കണ്ണുനീരോടെ അഭിക്ഷയാചിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു യേശുവിനെ നിന്നിലൂടെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ക്രിസ്തു യേശുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ നിന്നിലൂടെ ക്രിസ്തു യേശുവിനെ കാണുവാൻ. തെരുവീതികളെ അവർ നടന്നു പോകുമ്പോൾ അവർ കടന്നു പോകുന്ന ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്ന സ്ഥാനങ്ങളിൽ കടന്നുപോയി അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, അവരോടൊന്ന് ജൈമസിക്ക് പറയുവാൻ, അതെല്ലാം ദൈവം സഹായിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹം അവർ ചിലരെല്ലാം പറയാറുണ്ട്, ആ വഴിയോരത്തിരുന്ന് മണിക്കൂറുകൾ അവർ പൊട്ടിക്കരയുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഒന്ന് പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥമായും ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചിയുമായിരിക്കും. ആരുടെ? ദൈവത്തിന്റെ നടുക്കെട്ട്, വിശ്വസ്തത അവന്റെ അരക്കച്ച. നമുക്ക് കാണാം, നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചിയും. അങ്ങനെയെങ്കിൽ ദൈവജനം യേശുക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്നവരുടെയും നമ്മുടെ നടുക്കെട്ടും വിശ്വസ്തതയായിരിക്കണം. നമ്മുടെ നടുക്കെട്ട് വിശ്വസ്തത, നമ്മുടെ അരക്കച്ച എന്തായിരിക്കണം? നീതി നമ്മുടെ നടുക്കെട്ടായിരിക്കണം, വിശ്വസ്തത നമ്മുടെ അരക്കച്ചയായിരിക്കണം. നീതി നമ്മുടെ നടുക്കെട്ട്, വിശ്വസ്തത നമ്മുടെ അരക്കച്ച ആയിരിക്കണം. നമ്മുടെ പിതാവിന്റെ നടുക്കെട്ട് നീതിയെങ്കിൽ നമ്മുടെ നടുക്കെട്ട് നീതിയായിരിക്കണം. നമ്മുടെ പിതാവിന്റെ അരക്കച്ച വിശ്വസ്തതയെങ്കിൽ നമ്മുടെയും നമ്മുടെയും അരക്കച്ച എന്തായിരിക്കണം? വിശ്വസ്തതയായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്, ആ ഭാഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തതയെക്കുറിച്ച്, ദൈവത്തിന്റെ വിശ്വസ്തയെക്കുറിച്ച് 2 തെസ്സലോനിയർ 3:3 വാക്യത്തിലേക്ക് നമുക്ക് വരാം. 2 തെസ്സലോനിയർ 3 അധ്യായത്തിന്റെ 3:3 വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊടുക്കും. ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കർത്താവ്
വിശ്വസ്തൻ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച്. നാം ചിന്തിക്കാൻ ദൈവം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരാതെ ദൈവം ഒരു കാര്യത്തിലും പ്രവർത്തിക്കില്ല. ഞാൻ ജീവിത അനുഭവത്തിനോട് പറയുവാൻ ഇടയാകുന്നു. നമ്മുടെ ലൈഫിൽ, നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കും. നാം ഒരു പരീക്ഷ ജയിച്ച് ഉറയ്ക്കണം. ദൈവവചനത്തെ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ നാം ഉറയ്ക്കാതെ ദൈവത്തിനൊന്നും നമ്മിലൂടെ ചെയ്യുവാൻ സാധ്യമല്ല. നാം എന്താ പറയുക, പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മോശ ദൈവജനത്തോട് ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ അവരോട് പറഞ്ഞ കാര്യമുണ്ട്, ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ഗോഡ്. ദൈവം മോശയിലൂടെ ദൈവജനത്തോട് പറയുകയാണ്, എന്താ പറയുന്നത്, അത് ഉറയ്ക്കാൻ അവരോട് പറയുന്നത്, മിണ്ടാതിരുന്ന് ഉറയ്ക്കുവാൻ തക്കവണ്ണം. പലപ്പോഴും നാം ആടി ഉലയുന്ന അവസ്ഥയിലാണ് നാം ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ഉറയ്ക്കുവാൻ തക്കവണ്ണം, നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് മാത്രം പറയുവാൻ, ഉറയ്ക്കുവാൻ തക്കവണ്ണം അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നാം ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിന് പറയുവാൻ സാധിക്കും, പ്രാർത്ഥനയിലല്ല, മറിച്ച് ദൈവജനം യഥാർത്ഥമായി ദൈവത്തിൽ ഉറച്ചു കഴിയുമ്പോൾ നാം മനസ്സിൽ ചിന്തിക്കുന്നത് നടന്നിരിക്കും. അതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി നമ്മുടെ വാ തുറക്കും മുമ്പ്, നാം വിളിച്ചപേക്ഷിക്കും മുമ്പ്, യെശയ്യാ പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്ന, വിളിച്ചപേക്ഷിക്കും മുമ്പ് അവൻ ഉത്തരം അരുളുന്ന ദൈവമാണ്. ദൈവം പറയുകയാണ്, ദൈവം നമ്മെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ദുഷ്ടന്റെ കരത്തിൽ അകപ്പെടാതെ വണ്ണം ദൈവം കാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തൻ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഭാരപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, മറിച്ച് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയെ മാറ്റുവാൻ, ഞാൻ സുവിശേഷ നിമിത്തം ജയിലറയിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ആ സമയത്തും വളരെയധികം എന്താ പറയുക, ഭാരം, വ്യാകുലതകൾ വരാമായിരുന്നു. എന്നാൽ ഈ വചനങ്ങളാണ് എന്നെ ഉറപ്പിച്ചത്. വചനം ഉറപ്പിച്ചതുകൊണ്ട് അതുപോലെ ആരാൽ നമ്മൾ അടയ്ക്കപ്പെട്ടോ അതേ സ്ഥാനത്തു നിന്നുള്ള ഒരു വ്യക്തി തന്നെ, അതോ ആ വ്യക്തി ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ വ്യക്തിയാൽ വിമോചനപ്പെടുവാൻ തക്കവണ്ണം, വിമോചനം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് വ്യക്തിയെ അയക്കുവാൻ ഇടയെത്തുന്ന നീണ്ട അനുഭവ സാക്ഷ്യങ്ങളാണെന്നാൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. നമ്മെ പലതരത്തിലുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ആനടിക്കാം. എന്നാൽ പരീക്ഷകളുടെ മധ്യത്തിൽ ഒരു പരീക്ഷ കഴിയുമ്പോൾ വേറെ തരത്തിലുള്ള പരീക്ഷയായിരിക്കാം. എന്നാൽ ഒരു പരീക്ഷ നമ്മൾ ജയിച്ചു വരുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവേ, ആ വിഷയത്തെ നീ ഒന്ന് ലോക്ക് ചെയ്ത് ഇനി ആ വിഷയം മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടവരാതെ വേണം. അതിനെ നീ ഒന്ന് സീല് ചെയ്യണമെന്ന്, അതൊന്ന് നീ മുദ്ര ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം. ആ വിഷയത്തിൽ ഞാൻ ആടിയുലയുവാനും പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കരുത്. അതിലൊരു വിടുതലായി അടുത്ത പരീക്ഷ, നമുക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ നാം പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രിസ്തു കടന്നുപോയ അതേ അനുഭവത്തിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ, വേദനകളിലൂടെ, തിക്ത അനുഭവങ്ങളിലൂടെ, തള്ളപ്പെടലുകളിലൂടെ, വേദനാജനകമായ അന്നവിധ അവസ്ഥകളിലൂടെ, അനർത്ഥങ്ങളിലൂടെ, ഇല്ലായ്മകളിലൂടെ, പല വിധത്തിലുള്ള അവസ്ഥയിലൂടെ പരിശുദ്ധം നമ്മെ കൊണ്ടുവരും. എന്നാൽ അതൊന്നും നമ്മെ തകർത്ത് കളയുവാനല്ല, മറിച്ച് ആ ഓരോ സ്റ്റെപ്പും നമ്മെ ആക്കി തീർക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അനേകരെ പണിതെടുക്കുവാൻ. നാം പണിയപ്പെടുമ്പോൾ തന്നെ അനേകർ നാം ആകുന്ന ആ വ്യക്തിയെ ദൈവം പണിത് എടുത്തു കഴിയുമ്പോൾ അനേകരെ പണിയുവാൻ തക്കവണ്ണം നമ്മെ നല്ല ഗൃഹസ്ഥരാക്കി തീർക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കൊരു വചനത്തിലേക്ക് ഭാഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക്. 1 കൊരിന്ത്യർ 4-ന്റെ 2-ാം വാക്യം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. ഇവിടെ ഞാൻ വായിക്കാം. താങ്ക് യു. ഇതിന്റെ 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ദൈവജനം പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം എന്നത്രേ. നമ്മെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കണം വിശ്വസ്തരായിരിക്കണം.
ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം വിശ്വസ്തരായിരിക്കണം. എല്ലാ നിലവാരത്തിലും, ഒന്നിലല്ല സകലത്തിലും ഓൾറൗണ്ടറായി നാം വിശ്വസ്ത. കാരണം നമ്മുടെ യേശു ക്രിസ്തു സകലത്തിലും വിശ്വസ്തനായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞ വചനഭാഗങ്ങളാണ് പറയുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കണം സകലത്തിലും വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം. കാരണം വിശ്വസ്തന്മാർ ഇല്ലാതെ ഇരിക്കുന്ന ഈ കാലഘട്ടം, വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു, വിശ്വസ്തന്മാർ ഉണ്ടോ എന്ന് സ്വർഗം അന്വേഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കണം വിശ്വസ്തരായിരിക്കുവാൻ. നമുക്ക് വെളിപ്പാട് പുസ്തകം 2:10-11 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. താങ്ക് യു. ഇവിടെ നമുക്ക് ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. താങ്ക് യു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ദൈവം വ്യക്തിപരമാണ് എപ്പോഴും സംസാരിക്കുന്നത്. ദൈവം ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സഹിപ്പാനുള്ളതെന്നല്ല പറയുന്നത്. നാം വിളിക്കപ്പെട്ടത് ഓരോരുത്തരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നാം മരിച്ചു കഴിഞ്ഞ് സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടത് ഓരോരുത്തരാണ്. ദൈവം പ്രതിഫലം നൽകുന്ന നാളിൽ ഓരോരുത്തർക്കാണ് പ്രതിഫലം. കുടുംബമായി വിളിച്ചല്ല പ്രതിഫലം കൊടുക്കുന്നത്, കൂട്ടുകാരെ ഒന്നിച്ചു കൂട്ടിയല്ല പ്രതിഫലം, സഭയെ കൂട്ടി വിളിച്ചല്ല പ്രതിഫലം. ദൈവം വ്യക്തിപരമാണ്. യേശു ക്രിസ്തു പ്രവർത്തിച്ചതും സംസാരിച്ചതും വളരെ ചുരുക്കമാണ് കൂട്ടത്തോട് സംസാരിക്കുന്നത്, മറിച്ച് വ്യക്തിപരമാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ ഓരോ വചനവും വ്യക്തിപരമാണ്. ഇവിടെ പറയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. വ്യക്തിപരമാണ് ദൈവം പറയുന്നത് നീ സഹിപ്പാനുള്ളത്. അപ്പോൾ സഹിപ്പാൻ എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ച് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. തടവ് പലതരത്തിലുമുണ്ട്. ജയിലിൽ കടന്നു പോകുന്ന അവസ്ഥ ആയിരിക്കില്ല, മറിച്ച് ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്ന, ത്യജിക്കപ്പെടുന്ന, ആരുമില്ലാത്ത തടവറയുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തൻ ആയിരിക്കുക. ഇവിടെ വ്യക്തിപരമാണ് ദൈവം പറയുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക, എന്നാൽ ഞാൻ ജീവിതകിരീടം നിനക്ക് തരും. വ്യക്തിപരമാണ് ദൈവം പറയുന്നത്. അല്ലാതെ ജീവിത കിരീടം നമുക്ക് ഒരു കൂട്ടത്തിന് നൽകുന്നതല്ല, മറിച്ച് ദൈവസഭ എന്ന് പറയുന്ന സഭയിലെ ഓരോ ജീവനുള്ള കല്ലുകളെയും വിളിച്ച് ദൈവം നൽകുന്നതാണ് ഈ ജീവകിരീടം. ആത്മാവ് സഭകളോട് പറയുന്നത്. വ്യക്തിപരമായി ഈ കാര്യം പറഞ്ഞ് ദൈവം പ്ലൂരലായി ബഹുവചനമായി പറയുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ചെവി ഉള്ളവൻ. അവിടെയും വ്യക്തിപരമായി പറയുന്നു. സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ വ്യക്തിപരമാണ്. കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ വ്യക്തിപരമാണ് നമ്മുടെ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടുന്നത്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, മറ്റുള്ള ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ആ വ്യക്തി ശരിയായോ അല്ലയോ എന്നുള്ളതല്ല, ആ വ്യക്തി ശരിയായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, ദയയോടെ, സ്നേഹത്തോടെ ആ വ്യക്തിയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുവാൻ തക്കവണ്ണം, കരങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ആ ഗ്യാപ്പിൽ നിൽക്കുവാൻ, നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെ നമ്മെ തന്നെ പരിശോധിക്കുവാൻ തക്കവണ്ണം നമുക്ക് സഹിക്കേണ്ടുന്നത് നാം സഹിക്കേണ്ടുന്നതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്ന ഭാഗമുണ്ട്. നമുക്കൊരു കൃത്യ കാലയളവ് ദൈവം വെച്ചിരിക്കുന്നു. ആ കഷ്ടത അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം സമയങ്ങൾ വെച്ചിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഒരു അവസാന വേദഭാഗം കൂടി വായിച്ച് ഞാൻ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 12:23-24 വാക്യം. 1 ശമൂവേൽ 12 23-24 വാക്യങ്ങൾ. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടയാകരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചെവിയുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടി സേവിക്ക മാത്രം ചെയ്തു. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ഓർത്തുകൊള്ളു. ആമേൻ. ഇവിടെ ദൈവവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ പ്രവചനം നമുക്കെല്ലാം അറിയാം.
ശമൂവേൽ പ്രവാചകൻ ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ശമൂവേലിനെ കുറിച്ച് നാം വിശ്വസ്തനായ ഒരു പ്രവാചകൻ, അവന്റെ കൊച്ചുനാൾ മുതൽ വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, വിശ്വസ്തനായിരുന്നു. ഇവിടെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുതേ, ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. ഇവിടെ 24 പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് നമ്മുടെ ഈ ലൈഫ് സ്പാനിൽ, നമ്മുടെ ജീവിതകാലത്തിന്റെ അവസാന ശ്വാസം വരെ യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടെ, ഭാഗികമല്ല, അല്പമായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ പരമാർത്ഥതയോടും കൂടെ പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നമുക്ക് ദൈവം ചെയ്ത എത്ര വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയാണ് ഏറ്റവും വലിയ കാര്യം. നാം നരകത്തിൽ പോകാതെ ദൈവം സ്വർഗത്തിലേക്ക് നമ്മെ പോകുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ മാർഗത്തിൽ നമ്മെ ആക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നാം ആയി തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ പന്താവിലേക്ക്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടെ, പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യമുണ്ട്, വിശ്വസ്തതയെക്കുറിച്ച്, അതുപോലെ നീതിയെക്കുറിച്ച്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തയോടെ ആയിരിക്കാൻ, നീതിയോടെ ആയിരിക്കാൻ തക്കവണ്ണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ എന്താ പറയുന്ന, നമ്മുടെ ആ ലോൺലിനെസ്സിൽ, നമ്മുടെ ഏകാന്തതയിൽ നാം വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ രോഗത്തിന്റെ മധ്യത്തിൽ നാം വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ തീച്ചൂളിയുടെ അനുഭവത്തിൽ നാം നീതിയോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്ന കാലയോടെ, നമ്മുടെ ഈ അവസാന ശ്വാസം ഈ ഭൂമിയിൽ നിന്നുപോയി നമ്മുടെ ആദ്യത്തെ ശ്വാസം സ്വർഗത്തിൽ നാം എടുക്കുന്ന നാളിൽ, ആ സമയം വരെയും നാം തികഞ്ഞ വിശ്വസ്തയോടെ, തികഞ്ഞ വിശുദ്ധിയോടെ, തികഞ്ഞ നീതിയോടെ ദൈവം മുൻപാകെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒന്ന് അടയ്ക്കാം. ഓ റിഖാന പരഗതകല, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച കാര്യമാണ് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. റിഖാനവരഗതകല, യേശു ക്രിസ്തുവിന്റെ ഓണസ്റ്റി, യേശു ക്രിസ്തുവിന്റെ ഇന്റഗ്രിറ്റി, യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ആ ആത്മാർത്ഥമായ ജീവിതം, അതുപോലെ ക്രിസ്തു യേശുവിന്റെ ധാർമ്മികത, നീതി, ആ നീതിയുള്ള ജീവിതമായി ജീവിക്കുവാൻ തക്കവണ്ണം, അതുപോലെ ക്രിസ്തു യേശുവിന്റെ വിശ്വസ്തത, ആ വിശ്വസ്തത നമ്മിൽ വളരുവാൻ തക്കവണ്ണം, അവനോട് ചേർന്ന് നടക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, അവനെ പോലെയായി തീരുവാൻ, നമ്മുടെ സ്വഭാവത്തിന്റെ, ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സദൃശ്യത്തിൽ നമ്മുടെ സ്വഭാവമായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ അതേ സദൃശ്യത്തിൽ, അതേ സ്വരൂപത്തിൽ നമ്മുടെ സ്വഭാവമായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സ്വഭാവം ക്രിസ്തുവിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലുമായി തീർന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ നാം വിനിയോഗിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കയ്യിൽ ഒരു താലന്തെങ്കിൽ അത് വിശ്വസ്തയോടെ ഏറ്റവും ബെസ്റ്റായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, യേശുവിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായി നമുക്ക് ജീവിക്കുവാൻ, ഓരോ ദിവസവും ജീവിക്കാൻ, ഇന്നലെ ജീവിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റായി ഇന്ന് ജീവിക്കുവാൻ, ഇന്നലെ പ്രവർത്തിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റായി ഇന്ന് പ്രവർത്തിക്കുവാൻ, ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റായി യേശുവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഇന്നലെ അവനെ ആശ്രയിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റായി അവനെ ആശ്രയിക്കുവാൻ, ഏറ്റവും കൂടുതലായി നമ്മുടെ അവസാന ശ്വാസം വരെയും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഈ ലോകത്തിൽ വിശ്വസ്തത ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ആത്മാർത്ഥത ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ വിശുദ്ധി ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ദൈവത്തിലുള്ള ആശ്രയം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ജനത്തിന് സമയമില്ലാതിരിക്കുമ്പോൾ, സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ ജനത്തിന് സമയമില്ലാതിരിക്കുമ്പോൾ, ഓറിഖാനപരകതകല, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുയേശുവിന്റെ കരത്തിൽ സമർപ്പിക്കാം. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, ഓറിഖാനപരകത
രഗതകല ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ അന്ത്യകാല ശുശ്രൂഷയിൽ അന്ത്യകാലത്ത് ഉണർവിന്റെ കൊടുങ്കാറ്റായി തീരുവാൻ തക്കവണ്ണം തീജ്വാലകളായി ദീപശിഖയായി ക്രിസ്തുവേശുവിന്റെ സുവിശേഷ നിർവഹണത്തിന് ദീപശിഖയായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഓരോരുത്തരെ സഹായിക്കട്ടെ. റീഖാനവരഗതകല അത്ഭുതകരങ്ങളിലേക്ക് വാത്സല്യ കർത്താവേ, ഈ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ടേൺ ടു ഗോഡ് എന്നുള്ള കർത്താവേ, റീബ സത്തുറാനക രഗതകല ഈ സൂം മീറ്റിംഗിന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ദൈവം വളർത്തുന്നതിനായി, അനുഗ്രഹിക്കുന്ന അനേകർക്ക് അനുഗ്രഹ വിഷയമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. വരും കാലങ്ങളിൽ ശക്തിയോടെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ മക്കളെ ശക്തിയോടെ ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ദി ലോർഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.